മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള അൻസാരികളായ സ്ത്രീകളും പുരുഷന്മാരും വല്ലാത്ത ആവേശത്തോടെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ദഫ്മുട്ടിന്റെയും അതുപോലെ ത്വലഅൽ ബദ്ർ എന്ന ഗാനത്തിന്റെയും അകമ്പടിയോടുകൂടി സ്വീകരിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ ما دعا لله داعي ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي مرحبا يا خير داعي. അല്ലാഹുവിന്റെ റസൂലിനെ മദീനയിലെ നിവാസികൾ അൻസാരികളായ സ്ത്രീ പുരുഷന്മാർ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, മദീനയിൽ ചന്ദ്രൻ ഉദിച്ചു നബിയേ, ചന്ദ്രൻ ഉദിച്ചു നബിയേ. ദഫ്മുട്ടിന്റെ അകമ്പടിയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിനെ മദീനക്കാരെ സ്വീകരിക്കുകയാ. ഇതറിഞ്ഞ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ തന്റെ കൗമാര പ്രായക്കാരനായ പൊന്നുമോൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാ. മദീനയിൽ നബി വന്ന കാലം ആദ്യമായി മാതാവ് കൂട്ടിക്കൊണ്ട് പോകല സാധ്യമായി. കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് മാതാ വന്ന് തിരുമുസ്തഫ നബിയോടതാ പറയുന്നു, ഇത് എന്റെ മകനസാണ് തങ്ങൾക്കുള്ളതാ, ഖിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കൗമാര പ്രായക്കാരനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊണ്ട് കടന്നു വരികയാണ്. വിധവയായി മാറിയപ്പോ തനിക്കാകെ ആശ്രയമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങ് മക്കയിൽ നിന്ന് ഈ മദീനയിലേക്ക് കടന്നു വന്നപ്പോ ഇവിടെയുള്ള ആളുകൾ ഒരുപാട് സമ്മാനങ്ങൾ അങ്ങേക്ക് തന്നല്ലോ നബിയേ, ഒരുപാട് സമ്മാനങ്ങൾ തന്നല്ലോ നബിയേ. ദരിദ്രയായ ഉമ്മു സുലൈമിന്റെ അടുക്കൽ അങ്ങേക്ക് സമ്മാനമായി തരാനൊന്നുമില്ല പ്രവാചകരെ, ഒന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എല്ലാവരും സമ്മാനം തരുമ്പോ എനിക്ക് സമ്മാനം തരാമല്ലാതെ കൊതിയുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, ഹാദാ അനസ് നബിയേ, എന്റെ സമ്മാനം ഈ പൊന്നുമോനാണ് നബിയേ, ഈ അനസ് എന്ന പൊന്നുമോനാണ് നബിയേ. യഖ്ദിമുക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങേക്ക് വേണ്ടി വന്നി ഖിദ്മത്ത് ചെയ്യും നബിയേ, അങ്ങേ പരിചരിക്കും നബിയേ, അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്റെ പൊന്നുമോനോട് പറഞ്ഞാൽ മതി നബിയേ. ഫതഖബ്ബൽഹു ബിഖബൂലിൻ ഹസനിൻ, നബിയേ, സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ എന്റെ പൊന്നുമോനെ അങ്ങ് സ്വീകരിക്കുമോ നബിയേ. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് പറയുകയാ, നബിയേ, എനിക്ക് സമ്മാനമായി തരാൻ എന്റെ അടുക്കലുള്ളത് ഈ പൊന്നുമോനാണ്, അങ്ങ് സ്വീകരിച്ചാലും നബിയേ, അങ്ങൊന്ന് സ്വീകരിച്ചാലും. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വമസഹ റഅസഹു ബിയദിഹി ശരീഫാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈത്തലം കൊണ്ട് ശറഫാക്കപ്പെട്ട കൈത്തലം കൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തലോടുകയാണ്. മാത്രമല്ല വലമ്മഹു ഇലൈഹി,
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോനായ അനസിനെ മാറോട് ചേർക്കുകയാണ്, കൂട്ടി അണയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹക്ക് ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു മകനാണ്. ബറാ റളിയല്ലാഹു തആല അൻഹു കൈക്കുഞ്ഞാണ്. എന്തിനും ഏത് ആവശ്യത്തിനും ഈ മോൻ മാത്രമേ സഹായിക്കാനുള്ളൂ. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഈ മകനെ കൊണ്ടുവന്നു ഹബീബായ നബി തങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. നബിയെ, നിങ്ങൾക്ക് എന്ത് ഖിദ്മത്ത് വേണമെങ്കിലും എന്ത് പരിചരണം വേണമെങ്കിലും ഈ എന്റെ മകന്റെ അടുക്കൽ നിന്നുണ്ടാകും. മകനെ ഒന്ന് സ്വീകരിക്കുമോ നബിയെ? ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തേങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഏകാശ്രയമായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമ്മു സുലൈം ഏൽപ്പിക്കുകയാണ്. ആരുടെ അടുക്കലാ? പ്രവാചകന്റെ അടുക്കൽ, പരിശുദ്ധമായ ഇൽമുകൾ പഠിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധമായ ഇൽമുകൾ പഠിക്കുന്നതിന് വേണ്ടി ആ പൊന്നുമോനെ ഏൽപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു 10 വർഷക്കാലമാണ് നബിയുടെ ഖാദിമായി, നബിയുടെ പരിചാരകനായി നബിയോടൊപ്പം ഉണ്ടായിരുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീന, ഞാൻ 10 വർഷമാണ് നബി തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തത്. ഫമാ ഖാല ലി ലിശൈഇൻ സനഅതു ലിമ സനഅത, 10 വർഷത്തോളം ഞാൻ ഖിദ്മത്ത് ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്താൽ എന്തിന് നീ അത് ചെയ്തു എന്ന് പ്രവാചകൻ എന്നോട് ഒരു പ്രാവശ്യം പോലും ചോദിച്ചിട്ടില്ല. എന്തിനാ അനസേ നീ ആ ഒരു കാര്യം ചെയ്തത് എന്ന് ഒരു പ്രാവശ്യം പോലും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ടില്ല. അതുപോലെ വലാലി ശൈഇൻ തറക്തുഹു ലിമ തറക്തഹു, നീ എന്തിനാ അനസേ അതിനെ ചെയ്യാത്തത് എന്നും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നീ എന്തിനത് ചെയ്തില്ല എന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ആ നിലയിൽ പക്വതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ 10 വർഷക്കാലം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും 10 വർഷക്കാലമാണ് ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കിയത്. തനിക്ക് ആശ്രയം ഇല്ലെങ്കിലും പ്രശ്നമില്ല, എന്റെ പൊന്നുമോനൊന്ന് പഠിക്കട്ടെ, എന്റെ പൊന്നുമോൻ നല്ലൊരു സൽഗുണ സമ്പന്നനായി മാറട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം കൊടികുത്തി വാഴുന്ന ഈ ആധുനിക നൂറ്റാണ്ടിൽ മക്കൾ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ഞാനൊന്ന് ചോദിക്കട്ടെ, പരലോകത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന അറിവുകൾ പഠിക്കാനുള്ള അവസരം നൽകാതെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാത്രം കുട്ടികളെ തളച്ചിടുന്നത് ആ കുട്ടികളോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. ഈ മക്കൾ നാളെ രക്ഷകർത്താക്കളാകുമ്പോൾ അവരുടെ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാനുള്ള അവസരം നൽകിയെന്ന് വരില്ല. 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും വരെ പഠിച്ചു കഴിയുമ്പോൾ എന്റെ പൊന്നുമോൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി മദ്രസയിൽ പഠിക്കേണ്ട കാര്യമില്ല, പള്ളിയിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇനി സ്കൂൾ വിദ്യാഭ്യാസം മതി എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം മാതൃകയാക്കേണ്ടത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയാണ്. തനിക്ക് ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്നതാണ് അനസ് ബിൻ മാലിക് എന്ന കൗമാരപ്രായക്കാരനായ പൊന്നുമോൻ. എന്നിട്ട് പോലും ഈ മകനെ നബി തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്തിനാ? നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും പരിശുദ്ധമായ അറിവുകൾ പഠിക്കാൻ എന്റെ മോൻ നല്ല കുട്ടിയായി വളരണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. വിധവയായതുകൊണ്ട് ഒരുപക്ഷെ ഈ പൊന്നുമോനെ നല്ല നിലയിൽ വളർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഈ മകനെ പ്രവാചകന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന് പ്രാർത്ഥിക്ക നബിയേ, എന്റെ കുഞ്ഞനസിന് നൽകിവൻ റബ്ബേ കൂടുതൽ സന്താനം,
അതുപോലെ മാലും സ്വർഗവും അവസാനം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ഹബീബായ നബി തങ്ങളുടെ കരങ്ങളിലേക്കും ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുമ്പോൾ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി അനസ്, അനസ് എന്ന എൻ്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. ഫഖാല അക്സിർ മാലഹു വ വലദഹു, അല്ലാഹുവേ അനസ് എന്ന ഈ പൊന്നുമോൻ അവന് ദാനം അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അവന് മക്കൾ അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ധാരാളം മക്കളെ കൊടുക്കണേ അല്ലാ. വബാരിക് ലഹു ഫീഹി, ഈ ധനത്തിന്റെ വിഷയത്തിലും മക്കളുടെ വിഷയത്തിലും ബറകത്ത് ചെയ്യണേ അല്ലാ. വദ്ഖിൽഹുൽ ജന്ന, ഈ അനസ് എന്ന പൊന്നുമോനെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. ആരാ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുന്നത്? തമാശക്ക് പോലെ കളവ് പറഞ്ഞിട്ടില്ലാത്ത, അല്ലാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ചിട്ടില്ലാത്ത, എതിര് പ്രവർത്തിച്ചിട്ടില്ലാത്ത അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉമ്മു സുലൈം എന്ന വിധവയായ പെണ്ണിന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുകയാണ്.